എന്നിട്ടും ശരീരം വിയർക്കുന്നതോ വല്ലാത്ത ചൂടല്ലോ, വല്ലാത്ത ചൂടല്ലോ, വല്ലാത്ത പ്രയാസമല്ലോ. ഉസ്താദേ 40-41 വരെ ചൂടെത്തിയിരിക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണെന്ന് പറയുന്നവര് ഇതൊന്നും ഒരു ചൂടല്ല സഹോദരാ, ഇതൊന്നും ഒരു ചൂടല്ല പല്ലടോ, ഇതൊന്നും ഒരു വിയർപ്പല്ലടോ, ഇതൊന്നും ഒരു പ്രയാസമല്ലടോ. നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ സ്തമിച്ചിട്ട് 11:30 നട്ടുച്ച സമയത്ത് 11:30 പാതിരാത്രിയിൽ 11:30 സമയമെടുക്കുമ്പോ നിനക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല, ശരീരം വിയർക്കുകയാണ്, വല്ലാത്ത മുഷിപ്പ് തോന്നുകയാണ്, ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചൂരിക്കളയാൻ തോന്നുകയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ഒരു ചാണ് മുകളിലേക്ക്, സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെ താഴ്ത്തുന്ന ഒരു ദിവസമുണ്ടോ, ചൂടുള്ള നാളുണ്ട്, ഖിയാമത്ത് നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വട്ടൂശ വണ്ടിയോ ആയി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മോള, അമലൊന്നുമില്ല അതങ്ങു ചെന്ന കോള. ഉമ്മ അടുക്കളയിൽ ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ കലത്തിനകത്ത് കിടന്ന ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ നിറഞ്ഞിങ്ങനെ പുറത്തേക്ക് വീഴാറുണ്ടല്ലോ. എങ്കിലല്ലാ പടച്ചറപ്പിന്റെ കോടതിയില്, അല്ലാഹുവിന്റെ കോടതിയില് ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അന്ന് മുഖത്തുകൂടെ ഇങ്ങനെ ഒഴുകുന്ന പെങ്ങളോ അല്ലാഹുവേ, അന്ന് ചെമ്പിന്റെ തറയിലാ അവനവൻ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് വിയർപ്പ് താഴാറില്ലല്ലോ. അവന്റെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ കെട്ടുകയാണ്, മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പിനകത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് മുങ്ങുകയാണ്. യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കടന്ന് കരയുകയാ. ചെമ്പിന്റെ തറയിലെ ചെരുപ്പിടാതെ, തുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അതാ പഴുത്ത് കാല് പൊള്ളുമ്പോ മക്കള് പറയുന്നത് എന്തെന്നറിയുമോ? 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കൾ അല്ലാഹുവോട് പറയുകയാ, ആ മക്കൾ അല്ലാഹുവോട് പറയുകയാ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ അല്ലാ, ഞാനൊന്ന് നെഞ്ചത്ത് കേറി നിൽക്കട്ടെ അല്ലാ, എന്റെ കാല് പൊള്ളുന്നുറപ്പേ, എന്റെ കാല് പൊള്ളുന്നുറപ്പേ. മക്കളെല്ലാരോട് പറയുന്ന ദിവസമാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ നരകം, പടച്ചറപ്പിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തെ 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ കരഞ്ഞു പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ നമ്മുടെ മക്കള് പറയുന്നത് എന്തെന്നറിയുവോ? നമ്മുടെ പൊന്നാര മക്കള് പറയുന്നത് എന്തെന്നറിയുവോ? അല്ലാ, എന്റെ വാപ്പയുടെ നന്മ എനിക്ക് താ അല്ലാ,
എന്റെ വാപ്പ ചെയ്ത നന്മ മുഴുവനും എനിക്കിതാ, എന്റെ പാപം എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെക്ക്, ഉപ്പാന നരകത്തിലെറിയ്, എനിക്ക് സ്വർഗം തരണേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അതാണ് മഹ്ശറ, അതാണ് മഹ്ശറ. നിസ്സാരമല്ല, നിസ്സാരമല്ല ആ ഭയാനകമായ മഹ്ശറ. പെങ്ങളെ, നീ പറയുന്ന പ്രസവത്തിന് വല്ലാത്ത വേദനയാണെന്ന്, വേദനയില്ലെന്ന് ഞാൻ പറയുന്നല്ലോ പെങ്ങളെ. പ്രസവത്തിന് വല്ലാത്ത വേദനയാണെന്ന് നീ പറയുന്നല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നതറിയില്ല ഉമ്മ. അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ് മഹ്ശറ. ആ മഹ്ശറയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അല്ലാഹു എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ദിവസമാണ് മഹ്ശറ. എല്ലാം പറയണമടോ, ജീവിതത്തിൽ ചെയ്തത് മുഴുവനും പറയണമടോ. ഇടത് ഭാഗത്തിരിക്കുന്ന മലക്ക് മുഴുവനും എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ കുറ്റപത്രം സമർപ്പിക്കുന്നത് പോലെ ഈ കിതാബ് നമ്മുടെ കയ്യിലേക്ക് തരികയാ. വായിക്കടാ സിറാജ്, ചെയ്തത് മുഴുവനും വായിക്കടാ സിറാജ്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇതെന്ത് കിതാബാ അല്ലാഹ്, ഇതെന്ത് കിതാബാ അല്ലാഹ്. എല്ലാം ഇതിനകത്തുണ്ടല്ലോ. റൂമിനകത്ത് ചെയ്തത്, ബെഡ്റൂമിനകത്തിരുന്ന് ചെയ്തത്, ബാത്റൂമിനകത്തിരുന്ന് ചെയ്തത്, കഥകടച്ചിട്ടിരുന്ന് ചെയ്തത്, എല്ലാം ഈ കിതാബിനകത്തുണ്ടല്ലോ അല്ലാഹ്. ഒരെണ്ണം പോലും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാഹ്. നാളെ ചെമ്പിന്റെ തറയിൽ വിടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹു നമ്മളോട് വിചാരണ ചെയ്യുകയാ, അല്ലാഹു ഹിസാബ് ചെയ്യുകയാ. നിബിധങ്ങളല്ലേ പറഞ്ഞത്, വെച്ചിരിക്കുന്ന കാലനക്കാർ കഴിയില്ല സഹാബാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം പട്ടികയുടെ കോലത്തിൽ വരുന്നവർ, പന്നിയുടെ കോലത്തിൽ വരുന്നവർ, കഴുതയുടെ രൂപത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, നടന്നു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, മലദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, അല്ലാഹുവേ പുഴുത്തു നാറിയവരെ പോലെ വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ലോകത്ത് കിടന്നു വന്ന 1,24,000 പരമ്പരും പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിലേക്ക് തവക്കൽതു അലല്ലാഹ് എന്ന പടച്ച റബ്ബിനെ പരമേൽപ്പിച്ചവന് ചെല്ലുമ്പോ അല്ലാഹ് പറയുകയാ, ഇന്നവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ടവരല്ല, അവിടെ നിന്ന് കഷ്ടപ്പെടേണ്ടവരല്ല, ഇവിടെ നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വാടാ സിറാജ്, വാടാ സിറാജ്, ഇന്നിവിടെ നിന്ന് സങ്കടപ്പെടേണ്ടവനല്ല, ഇന്നിവിടെ നിന്ന് പ്രയാസപ്പെടേണ്ടവനല്ല. അതാണടാ സ്വർഗം, അതാണടാ സ്വർഗം. ധൈര്യമായിട്ട് കടന്നു വെക്കോ. ഇന്നത്തെ ദിവസം നിനക്ക് വിചാരണയില്ല, ഇന്നത്തെ ദിവസം നിനക്ക് വിചാരണയില്ല. ഹിസാബ് യസീറാ, ഒരു ചെറിയ ഹിസാബ്
നടത്തിയിട്ട് അല്ലാഹു ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അഞ്ചാമത്തെ പ്രതിഫലമാ നിങ്ങളെ അതാ തവക്കൽതു അലല്ലാഹ്. അഞ്ചാമത്തെ പ്രതിഫലം മാറൂ, ശൈത്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മക്കളെ സ്കൂളിലേക്ക് വിടുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ധൈര്യമായിട്ട് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടാ. നീ എവിടെ പോകുമ്പോഴും പറഞ്ഞോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് പറ സഹോദരാ, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമല്ലോ. വീടിനകത്തേക്ക് വീട് പൂട്ടിയിട്ട് പുറത്തിറങ്ങുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അത് കടയിലാകട്ടെ, കച്ചവടത്തിന് പോകുമ്പോഴാകട്ടെ, വീട്ടിലേക്ക് പോകുമ്പോഴാകട്ടെ, സ്കൂളിലേക്ക് പോകുമ്പോഴാകട്ടെ, എപ്പോഴെവിടെ വെച്ചാണെങ്കിലും പറഞ്ഞോ അല്ലാഹു ശൈത്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിനക്ക് കാവല് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വണ്ടി കയറുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. കടയിലേക്ക് കയറുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. കട പൂട്ടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. മക്കളെ സ്കൂളിൽ വിടുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിനെ പരമേൽപ്പിച്ച് വിട്ടു. അൽഹംദുലില്ലാഹ്. ശൈത്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, മനസ്സറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ പറഞ്ഞതുപോലെയല്ല ഇനി തവക്കൽതു അലല്ലാഹ് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ 6 പ്രതിഫലങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ആ ഓർമ്മയോടുകൂടി തവക്കൽതു അലല്ലാഹ് പറയുമ്പോൾ അതിന് വല്ലാത്ത ഒരു പവറാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വാഴ്ന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു തവക്കൽതു അലല്ലാഹ് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അതിന്റെ പ്രതിഫലം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ അതിന്റെ പ്രതിഫലം കുറച്ചെങ്കിലും പഠിച്ചു. അതുകൊണ്ട് ഇനിയൊരു തവക്കൽതു അലല്ലാഹ് പറഞ്ഞേ പോരാ. ആദ്യം പറഞ്ഞതുപോലെ അല്ല, ഇപ്പൊ പ്രതിഫലം പഠിച്ചു. പ്രതിഫലം പഠിച്ചു കഴിയുമ്പോ ആത്മാർത്ഥമായിട്ട് പറയണം നല്ലതുപോലെ എന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സമയം 12 മണി ഇൻഷാ അല്ലാഹ് 11:30 കഴിഞ്ഞു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം.